UDF 102 സീറ്റിൽ വിജയം ഉറപ്പിച്ചു കഴിയുമ്പോൾ മുസ്ലിം ലീഗ് ഇപ്പോൾ UDF-ലെ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതുകൂടിയുണ്ട്. അത് എത്രത്തോളം സന്തോഷം നൽകുന്നു? ഒപ്പം പേരാമ്പ്രയിലെ ഫാത്തിമ തഹ്ലിയുടെ ജയവും സുഹൃത്താണ്. അതെ 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 ഞങ്ങൾ ആ വിജയാഘോഷത്തിനിടെയാണ് സത്യത്തിൽ ഇങ്ങോട്ട് എത്തുന്നത്. വലിയ ചരിത്ര വിജയം തന്നെയാണ് തീർച്ചയായും മുസ്ലിം ലീഗ് ആണെങ്കിലും UDF ആണെങ്കിലും കാഴ്ചവെച്ചിട്ടുള്ളത്. 27 സീറ്റുകളിൽ മത്സരിച്ചതിൽ 22 സീറ്റിലും അഥവാ 81% സീറ്റുകളും വിജയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയശ്രീലാളിതരായി നിൽക്കുന്നത്. UDF-ന്റെ തിളക്കമാർന്ന വിജയത്തോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇത് മുന്നോട്ടുണ്ടാക്കുന്ന വലിയൊരു ചരിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത് വലിയ അഭിമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് തഹ്ലിയെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങൾ, വ്യാജ പ്രചാരണങ്ങളൊക്കെ അവിടെ ഗുണം ചെയ്തു എന്ന് തോന്നുന്നല്ലേ കൂടുതൽ വോട്ട് നേടാൻ? തീർച്ചയായും വിവാദങ്ങൾ എന്ന് പറയുന്നത് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി പേരാമ്പ്ര പോലൊരു മണ്ണിൽ ചെന്നിറങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പറയുന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം അവരൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞു, പിന്നെ അത് കൗമിലെ കുട്ടിയാകുന്നു, പിന്നെ അത് വർഗീയ പ്രചരണങ്ങളാകുന്നു എന്നിങ്ങനെ തുടങ്ങി ഒരു പക്ഷേ കേരളം കാണാൻ ആഗ്രഹിക്കാത്ത തരം പ്രചരണങ്ങളായിരുന്നു പേരാമ്പ്രയിൽ ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരി എന്ന നിലയിലൊക്കെ ഉള്ള തികഞ്ഞ അവജ്ഞതയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥി ആദ്യം CPM അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വളരെ ആദരവോടുകൂടി തന്നെയാണ് എതിർ സ്ഥാനാർത്ഥിയെ, വളരെ മുതിർന്ന നേതാവായ എതിർ സ്ഥാനാർത്ഥിയെ എല്ലാ സമയത്തും കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ വിഷൻ എന്നതിലുപരിയായിക്കൊണ്ട് ഇപ്പം പാർട്ടിയെ മുഴുവനായി ബാധിച്ചിട്ടുള്ള CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മുഴുവൻ ബാധിച്ചിട്ടുള്ള ഒരു പിണറായിസത്തിന്റെ സ്വാധീനം പാർട്ടിയിൽ കടന്നുകൂടിയതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ കടന്നുകൂടിയതുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന തരം വിവാദങ്ങളായിരുന്നു അവയൊക്കെ. പക്ഷെ ആ വിവാദങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രചരണ സമയത്തൊന്നും ഇന്ന് വരെയും ഇതിനൊന്നും തഹ്ലിയയോ പാർട്ടിയോ മറുപടി പറയാൻ നിന്നിട്ടില്ല. നമ്മൾ വളരെ നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള മതേതരമായിട്ടുള്ള ക്രെഡൻഷ്യൽസ് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇപ്പം ഉണ്ടായിട്ടുള്ള 50 വർഷങ്ങൾക്ക് ശേഷം പേരാമ്പ്ര എന്ന് പറയുന്ന ഇടതുകോട്ട എന്ന് അവകാശപ്പെടുന്ന ആ സ്ഥലത്തെ മലർത്തിയടിച്ചുകൊണ്ട് ഫാത്തിമ തഹ്ലിയ നേടിയ വിജയം എന്ന് പറയുന്നത് ആ പൊളിറ്റിക്സിനെ, ആ മാന്യതയെ, ആ ജനാധിപത്യത്തെ പേരാമ്പ്രക്കാർ അംഗീകരിച്ചു എന്നതാണ്. ജനം അതാണ് ആഗ്രഹിക്കുന്നത്. വിവാദങ്ങളോ എനിക്ക് തോന്നുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ വെക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ വെക്കുന്ന ഒരു രാഷ്ട്രീയത്തെ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തെയും ആദർശത്തെയും നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ, ജനങ്ങളെ മറന്നു കഴിഞ്ഞാൽ, വർഗീയത ഒരു പ്രചരണ ആയുധമാക്കിയാൽ കേരളത്തിൽ ഒരു കാലത്തും ആ രാഷ്ട്രീയ പാർട്ടിക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. ഇടതുപക്ഷം ഇടതിന്റെ രാഷ്ട്രീയം മറന്നു, ഇടതുപക്ഷം ജനങ്ങളുടെ രാഷ്ട്രീയവും മറന്നു. കുത്തക മുതലാളിമാരുടെ കോർപ്പറേറ്റിസത്തിന്റെ വക്താവായിരുന്നു കഴിഞ്ഞ 5 അല്ലെങ്കിൽ 10 വർഷങ്ങളിൽ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM എന്ന് പറയുന്നത്. ആ CPM-ന്റെ പൊളിറ്റിക്സിനെയാണ് യഥാർത്ഥത്തിൽ പുറങ്കാലുകൊണ്ട് ഈ കേരളത്തിലെ ജനത ഒരു പരിധിവരെ പുറത്താക്കിയിട്ടുള്ളത്. ശരി, ഞാൻ തിരിച്ചു വരാം. മിഥുൻ